സാധാരണ നിലക്ക് ദുആ ചെയ്യുമ്പോൾ കൈ ഉയർത്തൽ സുന്നത്താണ്. കൈ ഉയർത്തേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ മുസ്ലിമീങ്ങളിൽപ്പെട്ട പലരും കൈ ഉയർത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെയാണ്? ഉയർത്താൻ വലിയ മടിയാണ്. മടിയിൽ വെച്ചിട്ട് ആമീൻ പറയുന്ന ഒരു കൂട്ടരുണ്ട്. നിങ്ങളാരും അങ്ങനെയായി പോകരുത് എന്ന് ഞാൻ വിനയത്തോടെ പറയട്ടെ. കൈ ഉയർത്തേണ്ടത് ചുമലിന്റെ നേരെയാണ്. ആ ഉയർത്തേണ്ടത് എങ്ങനെയാണ്? നമ്മളെ ചെറിയ മക്കൾക്ക് ചിലര് ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയാൻ അത് കൈവെക്കാൻ പഠിപ്പിക്കുന്നത് കാണും. പഠിപ്പിക്കുന്നത് തന്നെ തെറ്റാണ്. അതെങ്ങനെയാ പഠിപ്പിക്കുന്നത്? ഒരു കൈയെടുത്ത് മറ്റേ കൈയിന്റെ മേലെ വെച്ച് എന്നിട്ട് തള്ളവിരൽ മറ്റേ തള്ളവിരലിന് ചേർത്ത് വെച്ച് ഇങ്ങനെ പിടിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെ പിടിക്കണമെന്ന് ഒരൊറ്റ കിതാബിലും പറഞ്ഞിട്ടില്ല. മറിച്ച് കൈ ഉയർത്തേണ്ടത് ഒന്നുകിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെവ്വേറെയായോ നമ്മൾ ഇങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്. നിങ്ങളൊക്കെ ഖുനൂത്തിൽ അങ്ങനെയാണ് കൈ ഉയർത്താറുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഖുനൂത്തിൽ ഇങ്ങനെ വെച്ച് ഖുനൂത്തിന് ആമീൻ പറയാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഖുനൂത്തിൽ ദുആ നടക്കുമ്പോ ആ സമയത്ത് മടിയിൽ വെക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു തള്ളവിരൽ മറ്റേ തള്ളവിരൽ കൂട്ടിയിട്ട് ഇങ്ങനെ പിടിച്ച് ആമീൻ പറയാറുണ്ടോ? ഇല്ല. കാരണം അവിടെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്. നിങ്ങൾ എന്നുള്ള ഉദ്ദേശങ്ങൾ എല്ലാവരും നല്ല കേട്ടോ. ഏതെങ്കിലും ആള് തെറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളെല്ലാവരും ഖുനൂത്തിൽ ആമീൻ പറയുമ്പോ കൈ ഉയർത്താറുണ്ട്. രണ്ട് വിധത്തിലാണ്. ചിലരിങ്ങനെ കൈ കൂട്ടിപ്പിടിക്കും. അങ്ങനെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ആമീൻ പറയുമ്പോ അല്ലെങ്കിൽ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ദുആ നടത്തുമ്പോ സുജൂദിന്റെ സ്ഥാനത്ത് നോക്കണം. നിസ്കാരത്തിൽ നല്ലേ നിയമം. പക്ഷേ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കാൻ കഴിയില്ലല്ലോ. എന്നാൽ പിന്നെ കയ്യിലേക്ക് തന്നെ നോക്കിയാൽ മതി. ഇനി അല്ല വേർതിരിച്ച് രണ്ടും വെവ്വേറെ പിടിക്കുകയാണോ? അങ്ങനെയും ആകാം. അതിന് കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ അപ്പോൾ സുജൂദിന്റെ സ്ഥാനത്താണ് നോക്കേണ്ടത്. ഏതായിരുന്നാലും ശരി. പക്ഷേ ഖതീബ് അപ്പോൾ കൈ ഉയർത്താൻ പാടില്ല. ഒത്തുപോകുന്ന ഖതീബ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ഖതീബ് ഇങ്ങനെ കൈ ഉയർത്തുന്നത് ഇല്ല. കാരണം അദ്ദേഹം കൈ ഉയർത്തണ്ട എന്നാണ് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിയമങ്ങൾക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് എല്ലാവർക്കും ഒരേ നിയമാവൂല, എപ്പോഴും ഒരേ നിയമാവൂല. അതുകൊണ്ട് തന്നെ അറിവില്ലാത്തവർ പണ്ഡിതന്മാരെന്തെങ്കിലും ചെയ്യുമ്പോ ചോദ്യം ചെയ്യാൻ പോകരുത്. കാരണം നമുക്കതറിയില്ല. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, നിങ്ങൾ എന്തേ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാം. അതിന് കുഴപ്പം ഇല്ല. അത് ചോദിച്ചു പഠിക്കാനാണ്.